മഹാരാഷ്ട്രയിൽ ജയശ്രീറാം വിളിക്കാൻ ആവശ്യപ്പെട്ട് അക്രമികൾ മർദ്ദിച്ച മുസ്ലിം യുവാവിന് രക്ഷകരായി എത്തിയത് ഹിന്ദു ദമ്പതികൾ. ഔറംഗാബാദിൽ വെള്ളിയാഴ്ചയാണ് സംഭവം. അക്രമത്തിനിരയായ ഇമ്രാൻ ഇസ്മായിൽ പട്ടേലാണ് തന്നെ രക്ഷിക്കാനെത്തിയത് ഹിന്ദു ദമ്പതികളാണെന്ന കാര്യം വെളിപ്പെടുത്തിയതെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു. വെയിറ്ററായി ജോലി ചെയ്യുന്ന ഇമ്രാൻ പട്ടേൽ 12 മണിക്ക് വീട്ടിലേക്ക് ബൈക്കിൽ മടങ്ങുന്നതിനിടെ ബൈക്കുകളെത്തിയ സംഘം തടഞ്ഞു വയ്ക്കുകയും ജയശ്രീറാം വിളിക്കാൻ ആവശ്യപ്പെടുകയുമായിരുന്നു. അവർ എന്റെ മോട്ടോർ സൈക്കിളിന്റെ താക്കോൽ പിടിച്ചു വാങ്ങി. അവരെന്നോട് നിരവധി ചോദ്യങ്ങൾ ചോദിച്ചു. 3 പ്രാവശ്യം ജയശ്രീറാം വിളിക്കണമെന്നാവശ്യപ്പെട്ട് എന്റെ മുഖത്തടിച്ചു. സഹായത്തിനായുള്ള എന്റെ കരച്ചിൽ കേട്ട് അടുത്തുള്ള വീട്ടിൽ നിന്നും ദമ്പതികൾ രക്ഷയ്ക്കായി എത്തുകയായിരുന്നു. എന്നെ മർദ്ദിക്കരുതെന്ന് അക്രമികളോട് ആവശ്യപ്പെട്ട അവർ താക്കോൽ തിരികെ വാങ്ങിത്തരികയും ചെയ്തു. കല്ലുകൊണ്ട് എന്റെ തലയ്ക്കടിക്കാൻ നിന്ന ഒരു അക്രമിയെ ദമ്പതികൾ തടഞ്ഞുവെന്നും അക്രമികൾ അവരോട് വളരെ മോശമായാണ് പെരുമാറിയതെന്നും ഇമ്രാൻ പട്ടേൽ പറയുന്നു. സംഭവത്തെപ്പറ്റി അന്വേഷിക്കാൻ ദമ്പതികളുമായി ബന്ധപ്പെട്ടെങ്കിലും അവർ സംസാരിക്കാൻ തയ്യാറായില്ല എന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ടിൽ പറയുന്നു. തങ്ങളുടെ ജീവന് ഭീഷണിയാകുമെന്നതിനാൽ പ്രതികരിക്കാനില്ല എന്നാണ് അവർ പറഞ്ഞത്. ഇയാളുടെ പരാതിയിൽ അജ്ഞാതരായ 10 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ മറാത്ത്വാഡ മേഖലയിൽ ഇതാദ്യമായാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നതെന്ന് പോലീസ് പറയുന്നു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ. ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ്, അനങ്കൂർ, കാസർഗോഡ്.